ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം ഗുരുചരണ ഉപാസ്മ്യഹം രമണതത്വല്യദേവം തീർത്ഥീകരം തീർത്ഥപദഃപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണം പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതതുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഗോദ്ധാ ഗോപാലനന്ദനഃ പാർത്തോ വത്സസുധിർഭോക്തഃ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേദ്രതജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണനതി കൈവർത്തക കേശവ. പാരശര്യവചസ്സരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പതേന ഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരതപങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യത്സ്യാന്തം ന വിദുഃസുരാസുരഗണദേവായ തസ്മൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗമാണ് നമ്മൾ വിചാരം ചെയ്തു വരണത്. സാഖ്യം എന്ന വാക്കിന് അർത്ഥം ഫിലോസഫി എന്നർത്ഥം, ഒരു തത്വം എന്നർത്ഥം. ഈ തത്വം എപ്പോഴാണോ യോഗമായി മാറണത് അപ്പോഴാണ് സാഖ്യയോഗം ഫലവത്തായി എന്ന് നമ്മൾ പറയണത്. എങ്ങനെയാ എപ്പോഴാ തത്വം യോഗമാവണത്? അപ്പോൾ ഭഗവത്ഗീത നമ്മൾ നോക്കണ സമയത്ത് അർജുനൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ പഠിച്ചതു വച്ചെല്ലാം പരിഹാരം കണ്ടെത്താൻ യുദ്ധത്തിൽ നോക്കി. ആ സമയത്ത് തൻ്റെ അറിവുകളൊന്നും ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടണതുപോലത്തുള്ള ശോകം മാറ്റാൻ പ്രാപ്തനല്ല എന്നറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഭഗവത്ഗീത കൃഷ്ണൻ ഉപദേശിക്കാൻ പോവുകയാണ്. അപ്പോൾ പക്വമാവൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവന് ധാരാളം ദുഃഖം എപ്പോൾ വരണോ അപ്പോഴാണോ ഒരു ജീവൻ പക്വമായി എന്ന് നമ്മൾ പറയണത്. ദുഃഖം വന്ന് 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 നമ്മൾ പക്വപ്പെടും അല്ലേ? അനുഭവം ഗുരു എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടിക്കാലം തൊട്ട് ചെറിയ ചെറിയ അനുഭവങ്ങൾ നമുക്ക് വരും. ആ അനുഭവത്തിൽ നിന്നുള്ള തെക്താനുഭവം കൊണ്ട് പിന്നെ നമ്മൾ ആ അനുഭവത്തിലേക്ക് പോവുകയില്ല. അപ്പോൾ ദുഃഖം നമുക്ക് പാഠം തരണു, വലിയൊരു ജീവിതത്തിന് പാഠം ദുഃഖം തരണു.
അപ്പോൾ ദുഃഖം പാഠം തരണോന്ന് ഒരു സൈഡിലുണ്ട്. വേറൊരു സൈഡിലുള്ള നമ്മൾ നോക്കിയാൽ ദുഃഖം വന്നാൽ മാത്രമേ ദുഃഖ നിവൃത്തിക്കുള്ള വഴി നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊരു വഴിയുണ്ട്. അപ്പോൾ എപ്പോഴാണോ നമുക്ക് വാസ്തവത്തിൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ദുഃഖം ഏർപ്പെടണോ ആ സമയത്താണ് ഒരു ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ, ഒരു ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷൻ. അപ്പോഴാണ് ഈശ്വരൻ നമ്മളടുത്ത് സംവാദം ചെയ്യണത്, തത്വത്തെ ഉപദേശിക്കണത്. അല്ലാത്ത സമയം നമ്മൾ ഈശ്വരനെ ഉപദേശിക്കും. ഈശ്വര എന്തിങ്ങനെ ചെയ്യണു, ഈശ്വരന് കണ്ണില്ലേ, അല്ലേ? നല്ല മിഴിച്ച കണ്ണോടുകൂടി ഈശ്വരൻ ഇരിക്കണു. നമ്മൾ പറയും ഈശ്വര കണ്ണില്ലേ, ഇതൊന്നും കാണാനുള്ള ശക്തിയില്ലേ ഭഗവാനെന്ന് ചോദിക്കണം. ഈശ്വരനോ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇപ്പോൾ ചാർത്തണവരൊക്കെ ക്ഷേത്രത്തിൽ കണ്ണു മാത്രം വലുതായിരിക്കും, അല്ലേ? അംബുജാക്ഷൻ എന്ന് ഈശ്വരന് പേര്. അംബുജം പോലെ അക്ഷം, കണ്ണ്, അതായത് ഒരു താമര എതള് പോലെ, എന്തു വലുതാ. പക്ഷെ എന്നിട്ട് നമ്മൾ ഈശ്വരനെ പാഠം പഠിപ്പിക്കാൻ നിൽക്കും. എപ്പോൾ ഈശ്വരൻ നമ്മളെ പാഠം പഠിപ്പിക്കണോ അപ്പം നമ്മൾ സൈലൻ്റ് ആവും. കാരണം ഇനി എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ഉയർച്ചയില്ല എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കണു. അതാണ് അജ്ഞാനത്തിനെ കാണൽ, കാർപ്പണ്യദോഷം. ആ ദോഷം എപ്പോൾ എനിക്ക് ബാധിച്ചിരിക്കണമെന്ന് ഞാൻ സ്വയമേവ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഈശ്വരൻ എന്നൊരു ശക്തി അല്ലെങ്കിൽ ഒരു ഗുരു എന്നൊരു ശക്തി ഉപദേശിച്ചാൽ നമുക്ക് ഫലവത്താവണത്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ ഉപദേശിക്കുകയാണ് പാകപ്പെട്ട അർജുനൻ, ദുഃഖം കൊണ്ട് പാകപ്പെട്ട അർജുനൻ ഇനി രക്ഷയില്ല, ഈശ്വരനെ രക്ഷയുള്ളൂ എന്ന് ശരണാഗതി ചെയ്ത ഒരു ജീവന് ഭഗവാൻ ഉപദേശം ചെയ്യാണ്. ശ്രീ ഭഗവാനുവാച അശോച്യാൻ അൻവശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാൻ അൻവശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഃ. ആദ്യം തന്നെ ഭഗവാൻ തത്വത്തെ ഉപദേശിക്കുകയാണ്. പണ്ഡിതൻ്റെ ലക്ഷണത്തിനെയാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. നമ്മളൊക്കെ ഈ അവിദ്യയിൽ നിന്ന് സ്വയമേവ ഞാൻ പണ്ഡിതനാണ്, സ്വയമേവ എനിക്ക് എല്ലാ വിഷയത്തിനും പരിഹാരം കണ്ടെത്താം എന്നൊരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അത് തന്നെ വീട്ടിൽ പോയാൽ അമ്മ അച്ഛനൊക്കെ പറയും സ്വന്തം കാലിൽ നിൽക്കേണ്ടേടാന്ന് ചോദിക്കും. പലരും ചോദിക്കും നിങ്ങൾക്ക് ഊണ് കഴിച്ച് ജീവിക്കണ്ടേ, എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിച്ചൂടെ. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളെ കമ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ സമൂഹം. എപ്പോഴാണോ നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴാണോ ഞാൻ പണ്ഡിതനാണെന്ന് സ്വയമേവ ഞാൻ വിചാരിച്ചിരിക്കണോ ഞാൻ അജ്ഞാനത്തിലാണ്, എപ്പോഴാണോ ഞാൻ അറിഞ്ഞു വച്ചത് കൊണ്ട് എനിക്ക് ശാശ്വതമായ പരിഹാരമില്ല എന്ന് കാണണത്, അപ്പോൾ ഈശ്വരൻ നമ്മളെ പണ്ഡിതനാക്കും. എങ്ങനെയാ പണ്ഡിതൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ന അനുശോചന്തി, പണ്ഡിതൻ ദുഃഖിക്കില്ല അത്രേ. ഇപ്പോൾ പണ്ഡിതൻ എന്ന് പറഞ്ഞ് മേന്ന് കരഞ്ഞുകൊണ്ടിരിക്കണമെന്നും പണ്ഡിതനേ അല്ല. പണ്ഡിതൻ്റെ സ്ഥിതി എന്താ? ഏതെങ്കിലും പുസ്തകം പഠിച്ച് ശാസ്ത്രം പഠിച്ച് തലയിൽ കയറ്റി വെച്ച് നിൽക്കുന്നതാണോ പണ്ഡിതം? അല്ലേ, നമ്മൾ പാണ്ഡിത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. പാണ്ഡിത്യം അതാണെങ്കിൽ കമ്പ്യൂട്ടറിനെ പോലെ ഒരു പാണ്ഡിത്യം വേറെ ഇല്ല. എന്തൊക്കെ ഫീഡ് ചെയ്ത് വെക്കണോ കമ്പ്യൂട്ടർ മുഴുവൻ അതുപോലെ പറയും. നമുക്കിപ്പോൾ ബ്രഹ്മസൂത്രമോ ഭഗവത്ഗീതയുടെ ശ്ലോകമോ മറന്നുപോയാലും കമ്പ്യൂട്ടർ കൃത്യമായിട്ട് പറയണു. എത്രയോ പ്രിൻ്റർ ബ്രഹ്മസൂത്രം പ്രിൻ്റ് ചെയ്തു, ഭഗവത്ഗീതയുടെ ഭാഷ്യം പ്രിൻ്റ് ചെയ്തു, ശങ്കരാചാര്യരുടെ എല്ലാ ഭാഷ്യങ്ങളും പ്രിൻ്റ് ചെയ്തു. എന്തുകൊണ്ട് പ്രിൻ്ററിന് ഉണർവ് വന്നില്ല? അത് ചൈതന്യാർക്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ. ദേവി ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് നാമം ചൈതന്യ കുസുമപ്രിയ. ചൈതന്യത്തിൻ്റെ നിഴലാണ് ദേവി അത്ര, അല്ലേ? ഇപ്പം രാമൻ്റെ നിഴലാണ് ലക്ഷ്മണൻ എന്ന് പലരും പല കവികളും പാടിയിട്ടുണ്ട്. കാരണം രാമനെ ആര് വിളിച്ചോ ലക്ഷ്മണൻ ഫ്രീ കിട്ടും. രാമനെ വനവാസത്തിന് പോകണമെന്ന് പറഞ്ഞു, ലക്ഷ്മണൻ കൂടെ പോയി, ഫ്രീ, എവിടെ പോയാലും ഫ്രീ. വിശ്വാമിത്ര മഹർഷി രാമനെ വേണം എന്ന് പറഞ്ഞു,
അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ലക്ഷ്മണനും പോയി. ലക്ഷ്മണനൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം ലക്ഷ്മണന് രാമനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. രാമൻ്റെ നിഴലാണ് ലക്ഷ്മണൻ. അതുപോലെ ചൈതന്യത്തിൻ്റെ നിഴലാണ് ദേവി അത്രേ. ചൈതന്യാർക്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ. അതുപോലെ ഈ കമ്പ്യൂട്ടറിനോ ഈ പ്രിൻ്ററിനോ ഒക്കെ ചൈതന്യം വരണത് നമ്മുടെ ചൈതന്യം അതിൽ പോയി റിഫ്ലക്റ്റ് ആവുമ്പോഴാണ് അതിന് ചൈതന്യം വരണത്. അപ്പോൾ പണ്ഡിതം എന്ന് പറഞ്ഞത് പുസ്തകജ്ഞാനം കൊണ്ട് കിട്ടില്ല. പണ്ഡിതം എന്ന് പറയണത് ഇവിടെ ആത്മജ്ഞാനത്തിനെയാണ്. ആത്മജ്ഞാനം നേടിയ ഒരാൾ ന അനുശോചന്തി, എപ്പോഴൊക്കെ ഗതാസൂൻ അഗതാസൂൻ ച, പോക്കുവരവിനെ കുറിച്ച് അല്ലേ. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ നല്ല സന്തോഷം. ഗസ്റ്റ് വീട്ടിൽ നിന്ന് പോയാൽ, ഇപ്പം മക്കളൊക്കെ ഗസ്റ്റാണ് എല്ലാവരുടെ വീട്ടിലും. എല്ലാവരുടെ മക്കളും അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും ഒക്കെയാണ്. ഗസ്റ്റ് പോലെ മക്കൾ വരും. മക്കൾ വരുമ്പോൾ നല്ല സന്തോഷം. കേക്ക് വേണോ, അത് വേണോ, ഇത് വേണോ, സദ്യ വേണോ, ഒക്കെ എന്തൊക്കെയോ ചെയ്യും. മക്കൾ വീട്ടിൽ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ കരച്ചിൽ തുടങ്ങും അല്ലേ. അപ്പോൾ എങ്ങനെ എന്ന് വെച്ചാൽ ഗതാസൂൻ അഗതാസൂൻ, വന്നപ്പോൾ ഒരു സന്തോഷം, പോയപ്പോൾ ഒരു ദുഃഖം. ഇതുപോലെ ചിലർ മരിക്കുമ്പോൾ ദുഃഖം വരണം. എൻ്റെ പ്രിയപ്പെട്ട ആൾ അല്ലേ, മരിക്കുമ്പോൾ ദുഃഖം വന്നാൽ കുഴപ്പമില്ല. എത്രയോ എറുമ്പിനെ നമ്മൾ ചവിട്ടിക്കൊല്ലണു, എത്രയോ കൊതുവിനെ നമ്മൾ നിസ്സാരം പോലെ കൊല്ലണു അല്ലേ. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കണു, ഒരു കൊതുവായിട്ടെങ്കിലും ജനിച്ച ഈശ്വര അനുഭവം കിട്ടുമെങ്കിൽ ഒരു കൊതുവായിട്ട് ജനിച്ചാൽ കൂടെ കുഴപ്പമില്ല എന്നൊക്കെ. നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകഥ. ഒരു കൊതുവായാലും മനുഷ്യനായാലും യക്ഷനായാലും ദേവനായാലും ഇനി മൃഗമായാലും പശുവായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല. ആ ശിവാനുഭവം എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ആ ശിവ ചൈതന്യം എൻ്റെ ഉള്ളിൽ, ആ ശിവഭജനം എനിക്കുണ്ടെങ്കിൽ ആ ശരീരമാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആരെങ്കിലും മരിച്ചാൽ ദുഃഖിക്കില്ല. വേണ്ടപ്പെട്ടത് എന്ന് കരുതണമെന്ന് മരിച്ചാലും ദുഃഖിക്കണില്ല. ഗതാസൂൻ അഗതാസൂൻ ച ന അനുശോചന്തി പണ്ഡിതാഹ. പക്ഷെ നീയോ അർജുന, അശോച്യാൻ അൻവശോചസ്ത്വം, ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ ഓർത്ത് നീ ദുഃഖിക്കണം. ആരെ ഓർത്താണോ നീ ദുഃഖിക്കാൻ പാടില്ലാത്തത് എന്ന് വെച്ചാൽ, മറുവശത്ത് നിൽക്കണത് ആരാ? നിന്റെ ബന്ധുജനം എന്ന് പേരേ ഉള്ളൂ, നിന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ കുടുംബത്തിന് മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലാം, വിഷം വെച്ച് കൊല്ലാൻ നോക്കി, നിറച്ച് ആഹാരം തന്നിട്ട് അതിൽ വിഷം വെച്ച് കൊല്ലാൻ നോക്കി, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി, വനവാസത്തിൽ വിട്ടു, അസുരന്മാരെ വിട്ടു, ധാരാളം ദുഃഖിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ആള്, ധനമോഹികളായിട്ടുള്ള തൻ്റെ ഗുരുക്കന്മാരും തൻ്റെ അമ്മാവന്മാരും ഒക്കെ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യാൻ നിൽക്കണു. നീ ആരെ ഓർത്ത് ദുഃഖിച്ചുകൂടെയോ അവരെ ഓർത്ത് നീ ദുഃഖിച്ചിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയാ സംസാരിച്ചത്? പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, വലിയൊരു പ്രജ്ഞാവാദിയെ പോലെ നീ സംസാരിച്ചു അത്രേ അല്ലേ. അർജുനൻ കൃഷ്ണന് എന്തൊക്കെ കൊടുന്നില്ല. നമ്മൾ പോയിട്ട് കണ്ണില്ലേ ഭഗവാനെ ചോദിക്കുന്നത് പോലെ, ധർമ്മം ഇതാണ്, ധർമ്മം ഇതാണ്. ഭഗവാന്റെ പേരാണ് ധർമ്മം. വിഷ്ണു സഹസ്രനാമത്തിൽ ധർമ്മോ ധർമ്മ വിദുത്തമഃ, വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമമാണ് ധർമ്മം. ഈ ധർമ്മത്തിനെ അർജുനൻ ഭഗവാന് തന്നെ ഉപദേശിക്കണം. എങ്ങനെ ഇരിക്കണമെന്ന് നോക്കും അല്ലേ. ഭഗവാന്റെ അതോറിറ്റിയെ നമ്മൾ കയ്യിലെടുക്കണു അല്ലേ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കണു. ആരെങ്കിലും മരിക്കുമ്പോൾ ഭഗവാന് കണ്ണില്ല, ഭഗവാന്റെ അതോറിറ്റി അതിന് വിട്ടുകൊടുക്കുക. ഇല്ലാതെ അവർക്ക് കണ്ണില്ലേ എന്നൊന്നും ചോദിച്ചിരിക്കില്ല. ഇവിടെ ആ പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, ഇതുവരെയ്ക്ക് നീ അറിഞ്ഞു വെച്ചു, എല്ലാം അറിയാമെന്ന പോലെ നീ ഇരുന്നു. പക്ഷെ അർജുന, പണ്ഡിതന്റെ ലക്ഷണം ഏതോ പുസ്തകജ്ഞാനം വെച്ചോ, ഏതോ ശാസ്ത്രത്തെ പഠിച്ചതുകൊണ്ടോ, ഏതോ പൂജ പഠിച്ചതുകൊണ്ടോ ഒന്നും പണ്ഡിതനായില്ല. ഇപ്പോൾ ചില പൂജിക്കണ ആൾക്കാരെയൊക്കെ പണ്ഡിറ്റ് എന്ന് വിളിക്കും. വാസ്തവത്തിൽ പൂജിക്കുന്ന ആൾക്കാർക്ക് ഒരു പാണ്ഡിത്യവും ഇല്ല. ഏത് മൂർത്തിയാണെന്ന് അതിൻ്റെ ബീജമന്ത്രം കൂടി ഇപ്പോൾ കേരളത്തിലൊക്കെ വന്നാൽ പലർക്കും എന്താണോ ബീജമന്ത്രം, എന്താണോ മൂലമന്ത്രം ഒന്നും അറിയില്ല. ആളുകളെ പേടിപ്പിക്കാൻ നല്ലപോലെ അറിയാം. ഇവിടെ തുടരുത്, അവിടെ തുടരുത്, ഈ പായസം ഇങ്ങനെ വയ്ക്കരുത്, അതിങ്ങനെ വയ്ക്കരുത്, തല ഇങ്ങനെ വയ്ക്കരുത്, കാലിങ്ങനെ വയ്ക്കരുത്. ആളുകളെയൊക്കെ പേടിക്കും. ഇവൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് ജ്ഞാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. തൊടാൻ പാടില്ല, വലിയ ആക്ഷനൊക്കെ കാണിക്കും. അപ്പോൾ പണ്ഡിതൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തർക്കമല്ല. പണ്ഡിതൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പുസ്തകജ്ഞാനമല്ല.
പണ്ഡിതന്റെ ലക്ഷണം പ്രജ്ഞാവാദിയെ പോലെ സംസാരിക്കലല്ല, സൈലൻസ് ഇറ്റ്സെൽഫ് ഈസ് പാണ്ഡിത്യം. അല്ലേ? ഒരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയൊരു പാണ്ഡിത്യമാണ്. കാരണം നമ്മൾ അറിയാത്ത ഒരാളെ, ജിജ്ഞാസുവായ ഒരാളെ കൂടെ തള്ളിയിടാൻ പോവുകയാണ്. അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് അവർ വരില്ല, അന്നൊരു ആശ്വാസം. ചിലവർ അറിയില്ല എന്ന് പറഞ്ഞ് തന്നെ ആൾക്കാരെ പറഞ്ഞു വിടും. എന്ന് വെച്ചാൽ ആ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. എന്തോ അറിയാൻ വേണ്ടി ചിലർ വരും. അപ്പോൾ പറയും എനിക്കറിയില്ല കേട്ടോ, ഇതിനെപ്പറ്റി എനിക്ക് വിവരമേ ഇല്ല എന്ന് പറയും. അപ്പോൾ എന്തോ നേടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കുറച്ച് നേരം അങ്ങനെ നിൽക്കും, കുറച്ച് നേരം വാഴ്ത്തും, കുറച്ച് നേരം ആൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഓടും. അപ്പോൾ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഒരു സൈലൻസ് ആണ്. ഇപ്പോൾ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഘനപാഠികൾ, വേദത്തിൻ്റെ ഘനപാഠം പഠിച്ച ആൾക്കാർ കുറച്ച് നാൾ ഈ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ മഹർഷി ഇരിക്കണു. ധാരാളം പേര് ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പോലെ എല്ലാവരും മെഡിറ്റേഷനിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം. രമണാശ്രമത്തിൽ മാത്രം ഒരു സമ്പ്രദായവും കാണില്ല. ഒരു പൂജയോ ഒരു റിച്വലോ ഒരു കീർത്തനമൊക്കെ രമണ മഹർഷിയുടെ ഏതെങ്കിലും ഒരു കീർത്തനമൊക്കെ കേൾക്കുന്നല്ലാതെ അല്ലാതെ ഒരു റിച്വൽസും അവിടെ പൊതുവിൽ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരെല്ലാം സൈലൻ്റ് ആയിട്ട് ഒരിടത്ത് മെഡിറ്റേഷൻ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഘനപാഠികൾ വന്ന് ഘനം ചൊല്ലാൻ തുടങ്ങി. ഇങ്ങനെ വേദം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വന്നു തുടങ്ങി. കാരണം ഇരുന്നവർക്കെല്ലാം ഈ സൈലൻസ് ഇഷ്ടപ്പെട്ടിരുന്നു. മഹർഷി ഒരനക്കവും ഇല്ലാതിരുന്നു. കുറച്ച് നാൾ, ഒരാഴ്ചയോളം ഇവർ ഘനപാഠം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു, വേദം ചൊല്ലിക്കൊണ്ടേയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഘനപാഠികൾ എവിടെയെന്ന് അടുത്തിരുന്ന ആൾ ചോദിച്ചു, ഈ ഘനപാഠികൾ എവിടെ പോയി? അപ്പോൾ നോക്കിയപ്പോൾ ഏതോ ഒരു കതവിൻ്റെ സൈഡിൽ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ മഹർഷി പറഞ്ഞു, അവരും നമ്മളെ മാതിരി ആച്ചു, അവരും നമ്മളെ പോലെ ആയി അത്രേ. എന്ന് വെച്ചാൽ പാണ്ഡിത്യം വന്നാൽ നമ്മൾ സൈലൻ്റ് ആവും, നമ്മൾ തർക്കിക്കാനേ പോവില്ല. ഘടോവാ മൃത് പിണ്ടോപി അണുരപി പഠോവാ തന്തുർവാ അഗ്നിരചലഹ ധൂമാ അഗ്നിരചലഹ. അപ്പോൾ ഒരു നൂലാണോ, ഇല്ല ഞാൻ വസ്ത്രമാണോ, ഇനി മൃത്പിണ്ഡമാണോ, അതോ ഒരു ഘടമാണോ, ഇങ്ങനെ തർക്കം ചെയ്തുകൊണ്ട് ഒരു ഫലമില്ല. തർക്കം ചെയ്യണവന് ഉത്തരം ഇല്ല, അല്ലേ? എന്തോ ഒരു ഉത്തരം, ആരോ പറഞ്ഞു തന്ന ഉത്തരം, അവനായിട്ട് സ്വയമേവ ആനന്ദത്തിലൊരു ഉത്തരമില്ല. അപ്പോൾ ആനന്ദിക്കണവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കണ്ട് അവർ ശോകിക്കണില്ല. പക്ഷേ അർജുന, നീ പണ്ഡിതനെ പോലെ അവിദ്യായാം അന്തരേ വർത്തമാനഃ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ. നീ ധീരനെ പോലെ, പണ്ഡിതനെ പോലെയൊക്കെ നീ പെരുമാറിയല്ലോ, ഇപ്പം എവിടെ പോയി നിന്റെ പാണ്ഡിത്യം? നീ അറിഞ്ഞു വെച്ചതൊന്നും നിനക്ക് വാസ്തവത്തിലെ പരിഹാരം തന്നില്ല. അപ്പോൾ എപ്പം നിനക്ക് ഈ പരിഹാരം കിട്ടും? അപ്പോൾ പരിഹാരം നിന്റെ ഉള്ളിലാണ്. അതൊഴിച്ച് വെളിയിൽ നീ പരിഹാരം തേടുമ്പോഴൊന്നും കിട്ടണില്ല. വെളിയിലെല്ലാം നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കണം. നിന്റെ ചുറ്റിനും ആൾക്കാർ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത്. ഈ വേദാന്തം ഭഗവാൻ ഉപദേശിക്കുന്നത് ഒരു AC റൂമിലോ ഇതുപോലൊരു മരച്ചുവട്ടിലോ ഒന്നുമല്ല. യുദ്ധം. നാളെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു അമ്പ് എഴുത് വീണ് ജീവിക്കുകയോ മരിക്കുകയോ കൂടെ അറിയില്ല. ആ ടൈമിലാണ് യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ വേദാന്തത്തിനൊരു ദൃഷ്ടാന്തം പറയണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ വാലിൽ തീ പിടിച്ചാൽ ഓടും എന്ന് പറയും. ഹനുമാൻ്റെ ലങ്കയിൽ പോയി ഹനുമാൻ്റെ വാലിൽ തീയിട്ടു. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ ഓടും, എല്ലായിടത്തും കത്തിച്ചുകൊണ്ട് പോടുന്ന പോലെ. ഈ വാലിൽ തീ പിടിച്ചാൽ ഓടണ പോലെ എന്ന് പറയണത് പോലെ വേദാന്തം ഒരു ദൃഷ്ടാന്തം പറയണത് തലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണെന്ന്. തലയ്ക്ക് തീ പിടിച്ചിരിക്കണു, അല്ലേ? തലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞിട്ട്, അല്ലേ, 60 വയസ്സ് റിട്ടയർഡ് ആയതിനു ശേഷം ഈ തീ അണയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇത് തീ കാർന്ന് തിന്നുകൊണ്ടിരിക്കും നമ്മളെ. അതുകൊണ്ട് ഈ നിമിഷം, ഈ സെക്കൻഡിൽ ഈ തലയ്ക്ക് തീ പിടിച്ചതിനെ അണയ്ക്കണം. അപ്പോൾ അതുപോലെ ഈ യുദ്ധത്തിൽ വലിയൊരു ചോരക്കളം, അതിനിടയിലാണ് ഭഗവാൻ ഈ ഗീതയെ ഉപദേശിക്കണത്. ആ ഗീതയിൽ ഭഗവാൻ പണ്ഡിതൻ്റെ ലക്ഷണം പറഞ്ഞു. ന അനുശോചന്തി പണ്ഡിതാഹ ഗതാസൂൻ അഗതാസൂൻ ച. വരണതിനെയും പോണതിനെയും ഇത് എൻ്റേത് ഇത് നിൻ്റേതെന്ന് പറഞ്ഞ് പണ്ഡിതൻ ഒരു കാലത്തും അവൻ ശോകിക്കണില്ല. പക്ഷെ നീയോ ഇവിടെ ശോകിച്ച് മതിയാവണേ ഇല്ല, ഇല്ലേ? കാരണം ഈശ്വരൻ്റെ അതോറിറ്റിയെ നീ കയ്യിലെടുത്തു. ഈശ്വരനാണ് സർവത്തിനെയും നിലനിർത്തി കൊണ്ടുപോകുന്നത്. പക്ഷേ നീ നിൻ്റേതായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ശ്രമിക്കണം. എല്ലാവരും, എല്ലാ ജീവനും അങ്ങനെ തന്നെയാണ്.
അവനവൻ ഈ ജീവിതത്തിൽ ഒരു പരിഹാരം കണ്ടെത്താം, കുറച്ച് പൂജ ചെയ്ത് പരിഹാരം കണ്ടെത്താം. ഇത് ഏതോ ഒരു സ്വാമിയുടെ അടുത്ത് പോയി ഉപദേശം വാങ്ങി പരിഹാരം കണ്ടെത്താം. ഞാനേ സ്വയമേവ എൻ്റെ മനസ്സിൽ തോന്നണത് വെച്ച് ചെയ്തു പരിഹാരം കണ്ടെത്താം. പക്ഷെ ഇവിടെയൊക്കെ പോയി പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. എല്ലാം പരീക്ഷിച്ച് പിന്നെ മനസ്സിലായി ഈ പരീക്ഷണം നടത്തണമെങ്കിൽ വെളിയിലേ നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ? പരീക്ഷതി. കണ്ണുകൊണ്ട് ചുറ്റുമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഉള്ളിലേക്ക് കാണണമെങ്കിൽ മനമാകുന്ന കണ്ണ്, അതിലേക്ക് കാണണമെങ്കിൽ ഈ കണ്ണ് പോരാ. അതിന് ഉപനിഷത്താകുന്ന ചക്ഷു വേണം, ശാസ്ത്രമാകുന്ന ചക്ഷു വേണം. ഈ ശാസ്ത്രമാകുന്ന ചക്ഷുവിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മുടെ സ്വരൂപത്തെയാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ ഇവിടെ ഗീതയിലൂടെ അർജുനൻ്റെ സ്വരൂപത്തെയാണ് പറയണത്. എന്താ? അഹമാത്മാ ഗുഡാകേശ എന്ന് പറഞ്ഞു. അർജുന, നീ ഇപ്പോൾ എന്നെ ശരണാഗതി ആയില്ലേ, ഈശ്വരൻ നീ കൽപ്പിക്കണല്ലേ, അത് തന്നെയാണ് അർജുന നിൻ്റെ ഉള്ളിലിരിക്കണത്, ആത്മാവായിട്ട് നിൻ്റെ ഉള്ളിലിരിക്കണത്. അതിനെ അറിഞ്ഞാൽ നീ ദുഃഖിക്കേയില്ല. രമണ മഹർഷി തന്നെ ഒരു ദൃഷ്ടാന്തം പറയണത്, ട്രെയിനിനകത്ത് കയറി ഒരാൾ, ധാരാളം ലഗേജ് കൊണ്ട് കയറി. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ ലഗേജൊക്കെ തൂക്കി നമ്മളെയും തൂക്കി പോവല്ലേ പാവം ട്രെയിൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ലഗേജ് എടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് ട്രെയിനിലിരുന്ന് പോയി. വാസ്തവത്തിൽ ട്രെയിന് അദ്ദേഹത്തിന് ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ട്രെയിൻ ചുമക്കണത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യണു? സഫർ ചെയ്യണു. എന്തുകൊണ്ട്? അയാളുടെ ലഗേജും കൂടെ എടുത്ത് അയാളുടെ തലയിൽ വെച്ചിരിക്കണം. ട്രെയിനിൽ കയറിയ ഫ്രീ ആയിട്ടിരിക്കുക. ഇപ്പം ഭഗവാൻ സർവത്തിനെ നിയന്ത്രിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് എന്ത് നേടണം? നമ്മളായിട്ട് എന്തെങ്കിലും പൂജ ചെയ്ത് നേടണോ? നമ്മളായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. നാസ്തി അകൃതകൃതേന. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ശോമ്പേറിത്തനം വരും, അല്ലെ? മടി പിടിച്ചു പോകും എല്ലാ കാര്യത്തിനും, അല്ലെ? വേദാന്തമൊക്കെ കുറച്ചൊക്കെ പഠിച്ചവർ വിചാരിക്കും ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഊണ് കഴിക്കാൻ സമയമാകുമ്പോൾ കറക്റ്റ് എത്തും. ഒന്നും ചെയ്യാനില്ല, ഊണ് കഴിക്കാൻ സമയം, ഇനി ഇതും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചതിന് ശേഷം ഇനി ഒന്നും ചെയ്യാനില്ല, വെളിയിലൊന്നും ഒരു പരിഹാരവും എനിക്ക് തരാനില്ല, ഉള്ളിൽ അന്തര്യാമിയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്കുള്ള പരിഹാരം അവിടെയുണ്ട്. അതിനെ കാണിച്ചു തരാൻ ഒരു സദ്ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ സദ്ഗുരു ആവുകയാണ്. നിന്റെ സ്വരൂപം, നിന്റെ സ്വഭാവം നോക്കൂ. നീ പണ്ഡിതനെ പോലെ വിചാരിച്ചു, പക്ഷെ നിനക്ക് ഉള്ളത് പാണ്ഡിത്യമല്ല. നീ ചുമ്മാ പ്രജ്ഞാവാദിയെ പോലെ അഭിനയിക്കണു, സംസാരിക്കണു, അല്ലേ? ഏതെങ്കിലും സന്യാസി ആവാൻ വേണ്ടി കാവി അണിഞ്ഞാൽ സന്യാസി ആവുമോ? അല്ലേ? എന്തെങ്കിലും പഠിച്ച് വേദാന്ത ശാസ്ത്രം മുഴുവൻ പഠിച്ചാൽ സന്യാസി ആവുമോ? അപ്പൊ വേഷമണിഞ്ഞുകൊണ്ട് എങ്ങനെ സന്യാസം കിട്ടും? അങ്ങനെയാണെങ്കിൽ വേഷമിട്ട എല്ലാവരും സന്യാസി ആവണം. ഏതോ കാവി വസ്ത്രധാരി എന്നല്ലാതെ സന്യാസം നിർമ്മലം ജ്ഞാനം, ജ്ഞാനമാണ് സന്യാസം, അല്ലാതെ വേഷം കെട്ടിക്കൊണ്ടൊന്നും ആയില്ല. ഇവിടെ അർജുനൻ പല വേഷം കെട്ടിയില്ലേ? സന്യാസിയായിട്ട് വേഷം കെട്ടി പോയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സുഭദ്രയും കല്യാണം കഴിച്ചിട്ട് തിരിച്ചു വന്നു, കൃഷ്ണൻ്റെ സഹോദരിയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്, അല്ലേ? വീണ്ടും ഇതിൽ പറയുന്നുണ്ട് ഞാൻ ഭിക്ഷു ആയിട്ട് പോവാം, നീ ഭിക്ഷു ആയിട്ടൊന്നും പോണ്ട. കൃഷ്ണൻ പറയാണ് നീ നിന്റെ ധർമ്മം ചെയ്യൂ, നീ യുദ്ധം ചെയ്യണം, പക്ഷേ നീ മനസ്സിലാക്കൂ, നിന്റെ അവിദ്യ മനസ്സിലാക്കൂ. നീ എന്തൊക്കെയോ അറിഞ്ഞു വെച്ചു എന്ന് കരുതി നീ സംസാരിക്കണു. ആ അവിദ്യയെ നീ മനസ്സിലാക്കിയിട്ട് നീ വിദ്യയിലൂടെ അമൃതത്വത്തെ നേടൂ എന്ന് പറയണു. അതുകൊണ്ട് പണ്ഡിതൻ്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തു, നീ ഇപ്പോൾ ഉള്ള അവസ്ഥയെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതാണ് ഒരു ഗുരു നമ്മളെ പ്രബുദ്ധമാക്കണത്, ഉണർത്തണത്, ഉയർത്തണത്, അല്ലേ? അവൻ്റെ കുറ്റത്തിനെ പറഞ്ഞു കൊടുക്കും, അവന് ഉയരാനുള്ള വഴിയും കൊടുക്കും. ഇപ്പം കേനോപനിഷത്തിൽ പക്വയായ ഒരു ജീവൻ, ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി കൗ ദേവോ യുനക്തി ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി കേനേഷിതം പതതി പ്രേഷിതം മനഃ. എന്തിൻ്റെ ഇച്ഛപ്രകാരമാണോ ഈ മനസ്സ് വെളിയിലേക്ക് പതിക്കണത്, അല്ലേ? കണ്ണ് തുറന്നാൽ വെളിയിലേക്ക് മനസ്സ് പതിച്ചു, അല്ലെ? കണ്ണൊന്ന് ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു മരം, കുറച്ച് ആൾക്കാർ, മനസ്സ് പതിച്ചു, അയാളിൽ പോയി പതിച്ചു, ഒരു റിഫ്ലക്റ്റായി. അത് എന്തുകൊണ്ട് മനസ്സ് വെളിയിൽ പതിക്കണു? ആരുടെ ഇച്ഛപ്രകാരം, ഏത് ദേവൻ്റെ ഇച്ഛപ്രകാരം പതിക്കണു? ഏത് ദേവൻ്റെ ഇച്ഛപ്രകാരം കണ്ണ് കാണണു?
കാത് കേൾക്കണു, മൂക്കു മണക്കണു, നാക്കു രുചിക്കണു. ഏത് ദേവന്റെ ഇച്ഛ പ്രകാരമാണ്? അപ്പോൾ ഒരു സദ്ഗുരുവിൻ്റെ ഉത്തരം വളരെയധികം കൺഫ്യൂഷൻ വരണ ഉത്തരം എന്തെന്ന് വെച്ചാൽ, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനഃ യത് വാചോ ന വാചം സൗ പ്രാണശ്ച പ്രാണ ചക്ഷുശ്ച ചക്ഷുരതിമുച്യധീരാഹ പ്രേത്യ അസ്മാൻ ലോക അമൃതാ ഭവന്തി. നീ ഇപ്പോൾ ശ്രോത്രസ്യ എന്തുകൊണ്ട് കാത് കേൾക്കണമെന്ന് ചോദിച്ചില്ലേ? അത് കാതിൻ്റെ കാത് ഉള്ളിലിരുന്ന് കേൾക്കണോണ്ട് കേൾക്കണു. നോക്കൂ, ഒരു കാതിനെ കുറിച്ച് സംശയം വന്നപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, അതിൻ്റെ അകത്ത് വേറൊരു കാതുണ്ട്, അതിനെയും പറഞ്ഞു കൊടുത്തു. ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനഃ യത് വാചോ ന വാചം. എന്തുകൊണ്ട് സംസാരിക്കണോ അതുകൊണ്ട് സംസാരിക്കണു. ഏതോ വാക്കിന് വാക്കായിരുന്ന പൊരുൾ, കണ്ണിന് കണ്ണായിരുന്നപ്പോൾ, കാതിന് കാതായിരുന്ന പൊരുൾ, മനസ്സിന് മനസ്സായിരുന്ന പൊരുൾ, അതിനെ നീ അറിഞ്ഞാൽ പ്രേത്യാസ്മാൻ ലോക അമൃതാ ഭവന്തി അതിമുച്യധീരാഹ. ഇവിടുന്ന് ഈ സംസാര ജീവിതത്തിനെ നീ നിവർത്തിച്ചിട്ട് അതിമുച്യധീരാഹ ഉയർന്ന് നീ അമൃതത്വത്തിലേക്ക് ഉയരും. അപ്പോൾ രണ്ട് വഴി, ഒന്ന് അമൃതത്വം പറഞ്ഞു കൊടുത്തു, ഒന്ന് നീ നിൽക്കണ നിലയെ പറഞ്ഞു കൊടുത്തു. ഒരു ശിഷ്യന് നീ നിൽക്കണ നില ഇതാണ്, നിനക്ക് അമൃതത്വത്തിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുക്കണു കൃഷ്ണൻ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭീഷ്മ ദ്രോണാദികൾ നിന്നെ ശല്യം ചെയ്യണവർ, നിന്റെ മുമ്പിൽ ഇപ്പം യുദ്ധമായിട്ട് നിൽക്കണുണ്ടല്ലോ, അവരെ ഒന്നും ഓർത്ത് നീ ദുഃഖിക്കേണ്ടവനേ അല്ല. അതുകൊണ്ട് ന അനുശോചന്തി പണ്ഡിതാഹ, പണ്ഡിതന്മാർ ദുഃഖിക്കുകയില്ല. കൃഷ്ണൻ അടുത്ത പറയാണ്, നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാതിപാഹ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയതമഃ പരം. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാതിപാഹ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയതമഃ പരം. അഹം തു ജാതു നന അസം തു ഏവ. കൃഷ്ണൻ പടിപടിയായിട്ട് ഉപദേശിക്കുകയാണ്. ഇപ്പം നീ ദുഃഖിക്കണത് നിത്യമായിട്ടുള്ള പൊരുളിനെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ്, സത്യത്തെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് അർജുന. അതുകൊണ്ട് സത്യം എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അഹം തു ജാതു, ഞാൻ ആയിക്കോട്ടെ ഒരിക്കലും നന അസംതു ഏവ, ഒരിക്കലും ഇല്ലായ്മ അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഇല്ലായ്മ എനിക്ക് അനുഭവിക്കാനേ സാധ്യമായിട്ടില്ല. ഏതോ ഒരു പൊരുളില്ല എന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റും, ഇല്ല ഈ പാനയില്ല, മൈക്കില്ല, അതില്ല, ഈ ആളില്ല, അതില്ല എന്ന് പറയാം. പക്ഷെ ഞാനില്ലാത്ത ഒരു സ്ഥിതി ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഞാനില്ല, അല്ലേ? മരണത്തിനപ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള സമയത്ത് ഞാൻ ഒരു പൊരുൾ ഇല്ലാതെ ഇരുന്നിട്ടേ ഇല്ല. ഞാനെന്നൊരു അനുഭവം ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. അഹം തു ജാതു നന ആസം തു ഏവ ത്വം നന ഏവ. നീയോ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. ഇമേ ജനാധിപാഹ, ഈ രാജാക്കന്മാരൊന്നും ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. ന ആസന്നയേവ, അവരൊന്നും ഇല്ലാതിരുന്നിട്ടില്ല തന്നെ. ന ആസൻ ന ഏവ, അവർക്കൊന്നും ഇല്ലായ്മ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് ഉറപ്പായിട്ട് പറയണു കൃഷ്ണൻ. ഏവ വയം സർവേ അതഃ പരം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇനിമേൽ നന ഭവിഷ്യാമഹ ച ഏവ, ഇനി നമ്മൾ ആരും തന്നെ ഇല്ലാതാവുകയുമില്ല. നോക്കൂ, ആരൊക്കെ ഇല്ലാതാവുമെന്ന് വിചാരിച്ചാണ് അർജുനൻ ഇവിടെ വിഷമിച്ചത്, ശോകം വന്നത്, വിഷമം വന്നത്, ശുദ്രം ഹൃദയ ദൗർബല്യം, അല്ലേ? ഹൃദയ ദൗർബല്യം വന്നത്, വിഷമം വന്നത്. പക്ഷേ കൃഷ്ണൻ എന്താ ഉപദേശിക്കുകയാണ്? നീ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, ഞാൻ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാർ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. ഇവരെല്ലാം ഉള്ള പൊരുളാണ്. ഉള്ള പൊരുളിന് ഇല്ലായ്മ അനുഭവിക്കാനേ സാധ്യമല്ല. നോക്കൂ, നമ്മൾ ജനിച്ച തൊട്ട് ഇതുവരയ്ക്കും ഞാൻ ഇല്ല എന്ന് അനുഭവിക്കാനേ പറ്റിയിട്ടില്ല.
എനിക്ക് ഷർട്ടില്ല, പാൻറ്റില്ല, വീടില്ല, ആഹാരമില്ല, ശമ്പളമില്ല, പൂജയില്ല, കോവിലില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. സത്സംഗം ഇല്ല എന്ന് കൂടെ ചിന്തിക്കാം, ഒരു ഭഗവത്ഗീത ഇല്ല എന്ന് കൂടെ ചിന്തിക്കാം. പക്ഷെ അവനവനില്ല എന്ന്, അവനവനില്ലാതെ ഇല്ല, കൈയില്ല, കാലില്ല, വികലാംഗന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവനവനില്ലാതിരിക്കോ? ആ വികലാംഗന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അവൻ പൂർണ്ണമാണ്. എല്ലാവരെയും ഈശ്വരൻ പൂർണ്ണമായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? അപൂർണമായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. പൂർണ്ണമാണെന്ന് നമ്മൾ കരുതണ ഈ ശരീരം കൂടെ അപൂർണമാണ്, അല്ലേ? ഈ ശരീരം, നമുക്കൊരു കൈയുണ്ട്, കൈയില്ലാത്തവനെ കണ്ട് ചിരിക്കണം. പക്ഷെ ഈ ശരീരമേ നമുക്കില്ല. എന്നാൽ ഉള്ള പൊരുളിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറയാണ്, നിത്യത്തെ നീ അറിഞ്ഞുകൊള്ളുക. എന്താ നിത്യം എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപമാണ് നിത്യം. ഈ ശരീരം നിത്യമല്ല. ഈ ജനാധിപന്മാർക്ക്, ഈ രാജാക്കന്മാർക്കൊക്കെ ശരീരമുണ്ട്. ആ ശരീരമല്ല അവര്, ആ ശരീരമൊട്ട് നിത്യവുമല്ല. എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ആത്മാവ്, ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല. നിനക്ക് ശരീരമുണ്ട്, നീ ആത്മാവാണ്, നീ ശരീരമല്ല. ശരീരം നിനക്കുള്ളതുപോലെ തോന്നണു, അത്രേ ഉള്ളൂ, അല്ലേ? ഒരു ജലത്തിൽ സൂര്യൻ്റെ പ്രതിബിംബം കാണണു, അത്രേ ഉള്ളൂ. സൂര്യൻ ജലത്തിൽ തപ്പിയാൽ കിട്ടുമോ? അല്ലേ? സൂര്യൻ ജലത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യൻ്റെ പ്രതിബിംബം ജലത്തിൽ അടിക്കണു, അതുപോലെ ഉള്ളൂ ഈ ശരീരം. ഉള്ളതുപോലെ തോന്നണു നമുക്ക്. എത്ര നേരം നമ്മൾ ശരീരം എന്ന് വിചാരിച്ചിരിക്കും? കുറച്ച് നേരം എന്തെങ്കിലും കേട്ട്, എന്തെങ്കിലും ആരെങ്കിലും ഇമാജിൻ ചെയ്താൽ നമ്മളെ ശരീരം പോയി. അപ്പം നമുക്കൊരു ശരീരമുണ്ട്. നമ്മൾ ചിലരെ പോലെ ആക്ട് ചെയ്ത് അവരെ പോലെ ആയി നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ ചില സ്വാമിയാർ തന്നെ നല്ല പോലെ ആക്ട് ചെയ്ത് അവരാണ് നമ്മളെന്ന് വിചാരിച്ചു പോകും. ഉള്ളിലൊരു തോട്ട് വരും. അതുപോലെ ഈ ശരീരം തന്നെ, പക്ഷെ വെളിയിൽ ചൊക്കനെ പോലെ ആയിരിക്കും ഇരിക്കണത്, വെളിയിൽ കുരങ്ങനെ പോലെ ആയിരിക്കും ഇരിക്കണത്. പക്ഷെ ഉള്ളിൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഏതോ അഴകുള്ള ആളാണോ എന്നൊരു തോന്നൽ ഉള്ളിൽ തന്നെ വരും, ഇല്ലേ? അപ്പം അതുകൊണ്ട് ശരീരം എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും അൾട്ടിമേറ്റ് ആയിട്ട് ഇല്ല. അപ്പോൾ കൃഷ്ണൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കൃഷ്ണൻ നിത്യമായ പൊരുളിനെ പറഞ്ഞു കൊടുക്കണു. നീ നിത്യമായ പൊരുളാണ്, പൂർണ്ണമാണ്. നിന്നെ അപൂർണനാക്കാൻ ആർക്കും കഴിയില്ല. ഞാനുണ്ട് എന്നൊരു അനുഭവത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തി ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ആത്മജ്ഞാനം ഇല്ലാത്ത ആരുമേ ഇല്ല. ആത്മജ്ഞാനത്തിന് ഒട്ട് പ്രതിബന്ധവുമില്ല, അല്ലെ? ശരീരത്തിനെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് എല്ലാവർക്കും. മനസ്സിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയുണ്ട്, അല്ലേ? നല്ല മനസ്സോടുകൂടി ഇരിക്കുന്നത് ഡിസ്കറേജ് ചെയ്യാൻ പറ്റും, അല്ലേ? കർണൻ നല്ല മനസ്സോടുകൂടി യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ശല്യർ എന്ത് ചെയ്യും? ഡിസ്കറേജ് ചെയ്യും. ഇൻഫാക്ട് ശല്യൻ ആരെന്ന് പറഞ്ഞാൽ നകുല സഹദേവന്റെ ബന്ധുവാണ്. ഏതോ ശകുനി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്നുള്ള പേരിൽ ആരോ ഭക്ഷണം നിങ്ങൾക്ക് തന്ന അവർ നിങ്ങളുടെ സ്വന്തക്കാർ എന്നൊരു ശാസ്ത്രമുണ്ട്. ആരാണോ നമുക്ക് വിളിച്ചത്, അതാണ് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി ഉറപ്പിക്കൽ പോയാൽ ആഹാരം കഴിച്ച് കൈ കഴുകി കഴിഞ്ഞാൽ, അല്ലേ? ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, കൈ നനച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചു എന്ന് പറയാൻ കാരണം എന്താ? ഒരടുത്തുനിന്ന് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തക്കാരായി എന്നർത്ഥം. ശല്യർ ഒരേ ഒരു അമ്മയുടെ സഹോദരനല്ലേ, എൻ്റെ ഒരു മാമനല്ലേ, നമ്മളെ യുദ്ധത്തിന് സഹായിക്കാൻ വരില്ലേ എന്ന് നകുല സഹദേവന്മാർ വിചാരിച്ചപ്പോൾ ഈ ശകുനി എന്ത് ചെയ്തു? ശല്യർക്ക് ഭക്ഷണം, നല്ല വിഷം തരുന്ന ശല്യർക്ക് ഭക്ഷണം കൊടുത്തു. ഇനി നീ നമ്മളെ ആളാണ്, ഭക്ഷണം കഴിച്ച ആൾ ഇനി നമ്മളെ ആൾ. അപ്പോൾ കൃഷ്ണൻ ഒരു സന്ദേശം കൊടുക്കും ശകുനിക്ക്. എന്താന്ന് വെച്ചാൽ, നീ അപ്പപ്പ രഥത്തിലിരുന്നിട്ട് നീ കർണനെ ഡിസ്കറേജ് ചെയ്യണം. ശല്യരെ നീ അപ്പപ്പം നീ രഥത്തിലിരുന്നിട്ട് കർണനെ നീ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കണം. യുദ്ധത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന കർണനെ നീ ഡിസ്കറേജ് ചെയ്യൂ. അപ്പോൾ എന്ത് ചെയ്തു? കർണൻ ഒരു സംവാദം വരും, അവിടെ ദുര്യോധനാദികളെല്ലാം സംവാദം വരും. ശല്യർക്ക് ഒരു ഈഗോ പ്രോബ്ലം വരും. ശല്യർ ഒരു രാജ്യത്തിലെ രാജാവാണ്. ഈ ഒരു തേരാളിയുടെ പുത്രന് വേണ്ടിയിട്ടാണോ ഞാൻ രഥമോട്ടിക്കണത്? ഇങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ ദുര്യോധനാദികൾ ത്രിപുര സംഹാരം എന്ന് പറയണ ഭഗവാന്റെ ആ ത്രിപുര സംഹാരം കഥയൊക്കെ ആവർത്തിച്ചു കൊടുക്കും. പരമേശ്വരൻ ഭൂമിയെ രഥമാക്കി വെച്ച്, സൂര്യചന്ദ്രാദികളെ ചക്രമാക്കി വെച്ച്, മേരുപർവ്വതത്തിന് വില്ലായിട്ട് വെച്ച്, വാസുകി എന്ന പാമ്പിനെ ഞാണായിട്ട് വെച്ച്,
സാക്ഷാത് നാരായണനെ അമ്പായിട്ട് വെച്ച് ഡ്രൈവറായിട്ട് ബ്രഹ്മാവിനെ വെച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശല്യർ ഇംപ്രസ്ഡ് ആയി. അപ്പോൾ ഈ ഒരു ദൗത്യത്തിന് ഞാനൊരു ഡ്രൈവർ ആയാലും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരുന്നു. ശല്യർ എന്ന് പറഞ്ഞാൽ തന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും, ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരുന്നു. നോക്കൂ, അപ്പോൾ മനസ്സ് നല്ല തൃപ്തിയായിരുന്നാൽ അതിനെ ഡിസ്കറേജ് ചെയ്യാൻ പറ്റും, ശരീരത്തിനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഉണ്ട് എന്നൊരു അനുഭവത്തിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തി ഈ ലോകത്തിലില്ല. അതൊട്ട് ഇല്ലാതാക്കാന്ന് നമ്മൾ വിചാരിച്ചാൽ കൂടെ ഇല്ലാതാവില്ല. ഇല്ലേ, ഞാനുണ്ട് എന്നൊരു അനുഭവം. ഇപ്പം മരിച്ചു പോയാൽ ഞാനില്ലല്ലോ എന്ന് ചിലർ ചിന്തിക്കും. ഇപ്പം മരിച്ചു പോയി എന്ന് കാണണതിന് ഒരു ഇല്ലാത്തൊരു പൊരുളിന് കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ മരിച്ചു പോയി എന്ന് ഞാൻ അറിയണമെങ്കിൽ മരിച്ചു എന്ന് അറിയാൻ, ഇപ്പം ഞാൻ ഉണ്ട് എന്നറിയാൻ ഒരു വസ്തു ഉണ്ട്, ഞാൻ ഇല്ലാന്നറിയണമെങ്കിലും ഒരു വസ്തു ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ ഇല്ലാതാക്കാനേ സാധ്യമല്ല. ഇവർക്കെല്ലാം ഞാനുണ്ട് എന്നൊരു അനുഭവമുണ്ട്, അതൊട്ട് ഇല്ലാതാവണമില്ല. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട അർജുന എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ഇഗ്നറൻസ്, നിന്റെ ഒരു അജ്ഞാനമാണ് ഇവരെല്ലാം ശരീരം, ഞാൻ ശരീരം, കൃഷ്ണൻ ശരീരം, ഫ്രണ്ടിലിരിക്കുന്ന ഈ കുതിരയ്ക്ക് ശരീരം എന്നൊക്കെ നീ കാണണത്, അന്യമായിട്ടുള്ള പൊരുളിനെയൊക്കെ കാണണത്. അതുകൊണ്ട് നിനക്ക് ദുഃഖം വരണു. ആരൊക്കെ അന്യത്തിനെ കാണാതിരിക്കണോ, നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി, ആരൊക്കെ അന്യത്തിനെ കാണാതിരിക്കണോ അവൻ വാസ്തവത്തിൽ ശാന്തി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ 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 അർജുനനെ വസ്തുബോധം, ഒരു വസ്തുബോധത്തെ അർജുനന് പ്രകാശപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പതുക്കെ പതുക്കെ പതുക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ശനൈഹി ശനൈഹി ഉപരതിഹി, പതുക്കെ പതുക്കെ മതി. അല്ലേ, ഒറ്റയടിക്ക് നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആടിപ്പോകും. ഇന്നലെ വരെ നമ്മളുണ്ടായിരുന്ന ജീവിതം ഒറ്റയടിക്ക് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ അതൊരു വേഷം കെട്ടി നിൽക്കണമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒറ്റയടിക്കൊന്നുമില്ല, ക്രമമായിട്ട്. ബക്കറ്റിൽ വെള്ളം നിറയും ഇങ്ങനെ, ടക്ക് 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 എന്ന് രാത്രി ഇങ്ങനെ ടപ്പ് 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 എന്ന് ഓരോ ഡ്രോപ്പ് ആയിട്ട് വീണുകൊണ്ടേ ഇരിക്കും. അതെന്ത് ചെയ്യും, അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ബക്കറ്റ് ഫുള്ളായിരിക്കും. ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവചാത്രിപുരാംപിക. ബിന്ദു തർപ്പണ എന്ന് വെച്ചാൽ, ബിന്ദു എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്, ഒരു വെള്ളത്തിൻ്റെ ഓരോരോ തുള്ളി, അത് തന്നെ തർപ്പയാമി. തർപ്പയാമി എന്ന് പറഞ്ഞാൽ തൃപ്തി തരണു നമുക്ക്. ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, പതുക്കെ പതുക്കെ, ശനൈഹി ശനൈഹി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പതുക്കെ 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 പതുക്കെ. ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ ആദ്യമേ ഫിഫ്ത്ത് ഗിയർ ഇട്ട് ഓടിക്കോ. ഒരു കാർ ഫസ്റ്റ്ലി ഫിഫ്ത്ത് ഗിയർ ഇട്ട് ഓടിച്ചാൽ വണ്ടി ഇടിച്ച് നിൽക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട്, ഫോർത്ത് ഇട്ട്, ദെൻ നല്ലൊരു ലൂബ്രിക്കേറ്റഡ് ആയി നല്ല രീതിക്ക് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പം വെലോസിറ്റി വരണ സമയത്ത് ഫിഫ്ത്ത് ഇട്ടാൽ നല്ല രീതിയിൽ ഓടും വണ്ടി, ഒരു പ്രതിബന്ധവും ഇല്ലാതെ ഓടും. പക്ഷെ ഫസ്റ്റിലേ പോയി ഫിഫ്ത്ത് ഇട്ടാലോ? അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഈ വസ്തുബോധത്തെ ഭഗവാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ അർജുനന് ശരീരബോധമുണ്ട്, അല്ലേ? ഞാൻ ശരീരം, ഇരിക്കണ ആൾക്കാർ, യുദ്ധം ചെയ്യണവരൊക്കെ ശരീരം, അതിൽ പല ശരീരവും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരീരം, റിലേറ്റഡ് ആയിട്ട് നിൽക്കണു എന്നൊരു ഒരു മിഥ്യാധാരണ അർജുനനുണ്ട്. അതിനെ ഭഗവാൻ മാറ്റുകയാണ്. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരഃ പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരഃ പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനഃ അസ്മിൻ ദേഹേ, ദേഹി എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ഉള്ളിൽ വസിക്കണവൻ എന്നർത്ഥം, ജീവൻ എന്നർത്ഥം. ദേഹം എന്ന് പറഞ്ഞാൽ ദഹ്യതേ ഇതി ദേഹ, എന്താണോ ദഹിക്കപ്പെട്ടു പോണത് അതിനെയാണ് ശരീരം, ദേഹം എന്ന് പറയുന്നത്. ക്ഷീയന്തേ ഇതി ശരീര, ക്ഷയിച്ചു പോണത് എന്താണോ അതാണ് ശരീരം. അപ്പൊ ശരീരത്തിൻ്റെ ഉള്ളിൽ ആരാ നിൽക്കണതെന്ന് പറഞ്ഞാൽ ശരീരി, ദേഹത്തിൻ്റെ ഉള്ളിൽ ആരാ നിൽക്കണതെന്ന് പറഞ്ഞാൽ ദേഹി. അപ്പൊ ദേഹിനോസ്മിൻ യഥാ ദേഹേ, ദേഹിനഃ അസ്മിൻ ദേഹേ, ഈ സ്ഥൂലമായിട്ടുള്ള ശരീരം എല്ലാവർക്കും സുപരിചിതം, ഈ സ്ഥൂല ശരീരമാണ്, അല്ലേ? ഓപ്പറേഷൻ നടക്കണതും
വ്യാധി മാറ്റണതും ഒക്കെ ഈ സ്ഥൂലമായ ശരീരമാണ്. ഈ സ്ഥൂലമായ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവൻ എന്ന് പറഞ്ഞൊരു മനസ്സുണ്ട്, അത് സൂക്ഷ്മമാണ്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എൻ്റെ മനസ്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തരണു, ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് തരുമോ, ഒന്ന് പത്തോളജിയിൽ അയച്ചു കൊടുക്കുക, എൻ്റെ മനസ്സിന് എന്തോ ബാധിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലേ? അപ്പം മനസ്സെന്ന് പറയണത് ശരീരത്തിൽ നിന്നും സൂക്ഷ്മമായത് അതിലും സൂക്ഷ്മം. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ. ആ മനസ്സായ കണ്ണിൽ നിന്നും പിന്നിലേക്ക് ബാക്കിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും ഒരു ഫ്രെയിം, ഒരു ചിത്രം, ഒരു സ്ക്രീൻ മാറാതെ നിൽക്കണു. ഇല്ലേ? നമ്മുടെ ഇഗ്നറൻസ്, ഈ സിനിമയാണ് ഈ ജഗത്തെന്ന് കാണാത്ത പക്ഷത്തിൽ ഒരു വിഗ്രഹത്തെ തൊട്ടിട്ട് ഇതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ കൂടെ വിഗ്രഹവും കല്ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. രമണ മഹർഷിയുടെ ഒരു ദൃഷ്ടാന്തം, ഒരാൾ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അയാൾക്ക് അടുത്തിരിക്കുന്ന ആളടുത്ത് ഒരു ഡൗട്ട്, ഏതാ ഈ സ്ക്രീൻ എന്ന് പറയണല്ലോ, ഏതാ സ്ക്രീൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ക്രീനിനകത്ത് ആക്ടർ, ആക്ട്രസ്, അവിടുത്തെ സഹനടന്മാർ, വേറെന്തോ സ്ഥലങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇരിക്കണ ആൾ എന്ത് ചെയ്യും, സ്ക്രീനിൽ പോയി തൊട്ടിട്ട് ഇതാണ് സ്ക്രീൻ എന്ന് പറഞ്ഞു. ആ കാണുന്ന ആൾ വിചാരിച്ചു അതിൽ അഭിനയിച്ച ആക്ടറിനെ തൊട്ടിട്ടാണ് പറഞ്ഞത്, ഈ ആക്ടറാണ് സ്ക്രീൻ എന്ന് വിചാരിക്കും. പക്ഷെ വാസ്തവത്തിൽ അതാണോ സ്ക്രീൻ? അല്ലേ? ദേഹം എന്ന് പറയണത് ഈ ശരീരം, ദേഹി എന്ന് പറയണത് എൻ്റെ ഉടമ, ദേഹത്തിൻ്റെ ഉടമ. പക്ഷെ ഞാൻ ദേഹമാണ് എന്ന് നമ്മൾ കരുതുന്നു. ഇതാണ് ഒരു അധ്യാസം, ഒരു അജ്ഞാനം. അതിനെ ഭഗവാൻ ഇല്ലാതാക്കുകയാണ്. ദേഹിനഹ അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ ഉള്ളിൽ ജീവനായിട്ടൊരു ഒരു ജീവൻ ആയിട്ട് ഒരു ദേഹി ഇരിപ്പുണ്ട്. കൗമാരം യൗവനം ജര, അതിന് ഈ ദേഹത്തിന് ബാല്യം, കൗമാരം, യുവത്വം, ജര. അല്ലേ? യുവത്വമുണ്ട്, യൗവനം ആണ് യുവത്വമുണ്ട്, ജര ബാധിക്കണു, നരാജരകളൊക്കെ ബാധിക്കണു. ഇല്ലേ? നല്ല കുട്ടിയായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി, പിന്നെ ആയപ്പോൾ നരച്ചു തുടങ്ങി, ഏതോ ഡൈ ഒക്കെ അടിച്ചു, അവസാനം ഡൈ ആയി. അവസാനം ഡൈ ആയി. അപ്പോൾ കൗമാരം യൗവനം ജര യഥാ എങ്ങനെ സംഭവിക്കണോ? അല്ലേ? ഒരു ദേഹത്തിന് കൗമാരം വരണു, യൗവനം വരണു, വാർദ്ധക്യം വരണു, ജരകൾ ബാധിക്കണു, ഇല്ലാതായി പോണു. എങ്ങനെ അത് പടിപടിയായിട്ട് സംഭവിക്കണോ അതുപോലെ തഥാ ദേഹാന്തരപ്രാപ്തി, ഈ ദേഹത്തിൽ നിന്നും ഈ ജീവൻ വേറൊരു ദേഹത്തെ സ്വീകരിച്ച് തത്ര ധീരഹാന മുഹ്യത്തെ, അതുപോലെ ഈ ശരീരം ഒരു ഷർട്ടിനെ അഴിച്ചിടുന്നത് പോലെ അഴിച്ചിട്ട് ഈ ദേഹി എന്ത് ചെയ്യണു, മറ്റൊരു ശരീരം കൊള്ളണു, മറ്റൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ വർദ്ധിക്കണം. ഇതറിയാന്നുള്ള ധീരന്മാർ, ധീഹി രായതി ഇതി ധീരഹ എന്ന് വെച്ചാൽ ബുദ്ധിയിൽ ആര് വർദ്ധിക്കണോ, ആരാണോ സദാ നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ഇരിക്കണോ അവനാണ് ധീരൻ. ധീരൻ എന്ത് ചെയ്യണു? ന മുഹ്യതി, അവൻ ദുഃഖിക്കണേ ഇല്ല. ധീരന് ദുഃഖം സാധ്യമേ അല്ല. എന്ന് വെച്ചാൽ അവൻ ബുദ്ധിയിൽ അവന് കൺവിക്ഷൻ വന്നു. ഗുരുരിത്യേഷ മനീഷാ മമ, ഇതെൻ്റെ കൺവിക്ഷനാണ്, ഞാൻ ഈ ശരീരമല്ലാന്ന് അവന് ഉറച്ചു. അല്ലേ? ശ്രോതവ്യ മന്തവ്യ, മനനം ചെയ്ത് അവൻ്റെ ബുദ്ധി മുഴുവൻ അതായി മാറി, ഞാൻ ശരീരമല്ല. ഇപ്പം ദേഹം എന്ന വാക്കിന് ഒരു നാളേക്ക് നശിക്കും എന്ന അർത്ഥം. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ ഏതു ഭാഷയിൽ പോയി ദേഹത്തിന് അർത്ഥം നോക്കൂ. ക്ഷീയത ഇത് ശരീര, ദഹ്യത ഇത് ദേഹ, വ്രണം എന്ന ശരീരത്തിന് നാമമുണ്ട്. വ്രണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ വരും വ്രണം. വന്ന സഫറിങ് ആണ്. ശരീരത്തിനൊരു പേര് സഫർ. നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ശരീരത്തിന് യൗവനം, ജര, നരകളൊക്കെ ബാധിക്കണത് പോലെ തന്നെയാണ്. എങ്ങനെ ബാധിക്കണോ, സ്വപ്നം, സുഷുപ്തി എങ്ങനെ വരണോ, ഇതുപോലെ തന്നെയാണ് ഈ ദേഹി മറ്റൊരു ശരീരത്തിലേക്ക് പോണത്. അതുകൊണ്ട് ധീരന്മാർ, ബുദ്ധിമാന്മാർ എന്ത് ചെയ്യണു? ന മുഹ്യതി, മോഹിച്ചു പോണില്ല അത്ര. ഇപ്പോൾ അർജുനൻ അവിടെ എന്താ ബാധിച്ചത്? മോഹം. എൻ്റേത് എന്നുള്ളൊരു ഭാവം. എൻ്റേത് എന്നുള്ളൊരു ഭാവം അർജുനന് ദുഃഖം കൊണ്ടുവന്നിരിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ശരീരം, അവർ ശരീരം എന്നുള്ളൊരു ഭാവം.
ഈ ഭാവത്തിൻ്റെ ഉള്ളിൽ ഞാൻ ശരീരമല്ല എന്നൊരു ഭാവത്തെ ഭഗവാൻ പതുക്കെ 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 ഇവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അജ്ഞാനം അല്ലേ, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ചന ശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരു ഗുരു സാക്ഷാത്കാരത്തിന് വേണ്ടി എന്തിനു വേണ്ടി വന്നാലും അവൻ സാക്ഷാത്കാരത്തിനുള്ള വഴിയെ പറഞ്ഞു കൊടുക്കൂ. ഒരു സത്യത്തെ ദർശിച്ചവന് ഒരു കാലത്തും ഒരാളെ കള്ളത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല ഇല്ലേ. ജ്യോതിഷം ശാസ്ത്രം സത്യമല്ല. ഇനി ഈ സത്യത്തിൻ്റെ സത്യമായിട്ടുള്ള ആത്മജ്ഞാനം കിട്ടിയ ആള് പിന്നെ ഒരാൾ പൂജ ചോദിച്ചാലോ ജ്യോതിഷം ചോദിച്ചാലോ ഇവൻ ഈ ആത്മജ്ഞാനത്തിന് മാത്രമേ അവന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതൊന്നും സത്യം അല്ല എന്ന് അവനറിയാം. അതൊന്നും വാസ്തവത്തിൽ അവന് പരിഹാരം കൊടുക്കാൻ പോണില്ല എന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സത്യത്തിനെ മാത്രമേ അവന് കൊടുക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ധാരാളം പേര് വരും. ധാരാളം പേര് രമണ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഭഗവാനെ എൻ്റെ വീട്ടിൽ കുട്ടിക്ക് കല്യാണം നടക്കണില്ല ഭഗവാനെ. ഭഗവാന്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ ആത്മവിചാരം ചെയ്യൂ. ഭഗവാനെ ഞാൻ സ്വത്തൊന്നുമില്ല ഭഗവാനെ, ഞാൻ വഴിയിൽ ഭിക്ഷക്കാരനായി പോകാൻ പോണു ഭഗവാനെ, നീ ആത്മവിചാരം ചെയ്യൂ. ഭഗവാനെ എൻ്റെ ഭാര്യ മക്കൾ ഒക്കെ പോയി ഭഗവാനെ, എനിക്ക് ആരുമില്ല ഭഗവാനെ, നീ ആത്മവിചാരം ചെയ്യൂ. ഇത് കേട്ട് കാവ്യകണ്ഠ ഗണപതി മുനി തൊട്ടടുത്ത് നിന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഭഗവാനെ ഞാനായിരുന്നെങ്കിൽ ഒരു പഞ്ചാക്ഷര മന്ത്രമോ ഒരു അഷ്ടാക്ഷര മന്ത്രമോ ഉപാസനയ്ക്കോ പൂജയ്ക്കോ എന്തെങ്കിലും ഒരു വഴി ഞാൻ കാണിച്ചു കൊടുത്തന്നെ. പക്ഷെ ഭഗവാൻ എല്ലാവരുടെ അടുത്തും ആത്മവിചാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ അതിന് പക്വമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഇതുതാ പോയി തെരിയും, എനിക്ക് ഇതുമാത്രമേ അറിയാവൂ. അവാവാൾക്ക് തെരിഞ്ഞതെല്ലാം അവാവാൾ ചൊല്ലട്ടും. ആർക്കൊക്കെ എന്തൊക്കെ അറിയാമോ അതൊക്കെ അവരവർ പറഞ്ഞു കൊടുക്കട്ടെ, പക്ഷെ എനിക്ക് ഇതേ അറിയാവൂ. അപ്പോൾ കാവ്യകണ്ഠ ഗണപതി പിന്നെ ചോദിക്കുകയാണ്, ഭഗവാനെ എല്ലാവരും അതിന് അധികാരിയാണോ ഭഗവാനെ? കുരങ്ങന് വരെ ഉപദേശിക്കണമല്ലോ ഭഗവാനെ, എല്ലാവരും അതിന് അധികാരിയാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കും കുറേ പേർക്ക് ഉപദേശിക്കുന്നുണ്ട്, എത്ര പേര് അതിനെ അക്സെപ്റ്റ് ചെയ്യണോ ഇല്ലേ. അതുപോലെ ഈ കുരങ്ങന്മാരിൽ ആരെങ്കിലും ഒരാൾ കേൾക്കും, ആരെങ്കിലും ഒരാൾ ഗ്രഹിക്കും. എന്നിട്ട് ഒരു ദൃഷ്ടാന്തം, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. 2 പേര് ഉറങ്ങാണ്. ഒരാൾ അത്രയ്ക്ക് ഉറക്കമായില്ല, ഒരാൾ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ഇയാളുടെ വീട്ടിൽ കള്ളൻ കയറി സകല വസ്തുക്കളും മോഷ്ടിച്ചുകൊണ്ട് കള്ള ഓടുകയാണ്. ഇദ്ദേഹം സ്വപ്നത്തിൽ കിടന്ന് വിളിക്കുകയാണ്, അയ്യോ കള്ളൻ പിടിക്കൂ എന്ന് വിളിക്കുകയാണ്. കള്ളൻ എന്താ എല്ലാം അടിച്ചുകൊണ്ട് പോകണു, പിടിക്കൂ എന്ന് കിടന്ന് വിളിക്കണു. തൊട്ടടുത്ത ആളും ഉണ്ട്. ഇപ്പം ഭഗവാൻ ചോദിക്കുകയാണ്, തൊട്ടടുത്ത ആള് അയാളുടെ കൂടെ കള്ളനെ പിടിക്കാൻ പോവോ അയാളെ ഉണർത്തുമോ എന്ന് ചോദിച്ചു അല്ലേ. നീ കള്ളനെ പിടിക്ക പോവേള ഇല്ലേ അവനെ ഉണർത്തുവേള? അപ്പോൾ പറഞ്ഞു, ഞാൻ ഉണർത്തും. ഇതുതാ ഞാൻ പണിയിട്ടിருக்கு, ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും അതൊക്കെ വെറും അജ്ഞാനത്തിൻ്റെ ചോദ്യമാണ്. ജ്ഞാനത്തെ കൊടുക്കുക, എടുക്കണവരെടുക്കട്ടെ, സ്വീകരിക്കണവർ സ്വീകരിക്കട്ടെ. ഇനി അവർ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുറ്റമില്ല, ഇനി അവർ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല അല്ലേ. എനിക്കറിയണത് ഞാൻ പറയണു. അതുകൊണ്ട് ആരും ഒരു തത്വദർശികളും സത്യത്തെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിദ്യയിലേക്ക് തള്ളിവിടേയില്ല. പിന്നെ എന്തൊക്കെ സമീപനം കൊടുത്താലും അവർ ആത്മജ്ഞാനത്തിനുള്ള വഴിയെ കൊടുക്കും എന്നല്ലെങ്കിൽ പിന്നെ സൈലൻ്റ് ആയിട്ടിരിക്കും. രമണ മഹർഷിയുടെ അടുത്ത് തന്നെ വീണ്ടും പലരും പലതും ചോദിക്കുമ്പോൾ ഭഗവാൻ സൈലൻ്റ് ആയിട്ടിരിക്കും. പല ഗ്രന്ഥങ്ങളും കൊണ്ടുവന്ന് ഭഗവാനെ കാണിക്കുമ്പോഴും ഭഗവാൻ സൈലൻ്റ് ആയിട്ടിരിക്കും. കാരണം അതിന് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ആ ഡൗട്ട് ക്ലിയറൻസ് തന്നെ വലിയൊരു ഡൗട്ടായി മാറും. ഇപ്പം ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനെ കുറിച്ചൊരു ഡൗട്ട് വന്നു, അതിനൊരു ഡൗട്ടിന് ഒരു ഉത്തരം കൊടുത്താൽ ആ ഉത്തരം തന്നെ വലിയൊരു ഡൗട്ടായിട്ട് മാറും. പലതും ഗീതയിൽ തന്നെ ചിലർക്കൊക്കെ 1-ാം അധ്യായം ഓക്കെ, 2-ാം അധ്യായത്തിന് ഭഗവാൻ ഉപദേശിക്കുന്നതിന് മുമ്പ് വരെയുള്ള കാര്യം എല്ലാവർക്കും നല്ല സ്പഷ്ടമായിട്ട് മനസ്സിലാവും. അത് കഴിഞ്ഞ ഒരു ആചാര്യനെ പറഞ്ഞു കൊടുക്കാൻ പറ്റണുള്ളൂ. എന്ന് വെച്ചാൽ തത്വത്തെ ഉണർന്നവന് മാത്രമേ അത് കൊടുക്കാൻ കഴിയണുള്ളൂ. അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അറിഞ്ഞവനും അത് കൊടുക്കാൻ പറ്റും, അതിനെ എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റും. പക്ഷെ അനുഭവം വന്നാൽ ആ അനുഭവത്തിലൂടെ കിട്ടുന്നത് അമൃതത്വമാണ്. ഒരു ശാന്തിയുള്ളവൻ, അശാന്തസ്യ കുതസുഖം, അശാന്തിയായിരിക്കണവന് എങ്ങനെ സുഖം കിട്ടും അല്ലേ. പല ഗ്രന്ഥങ്ങൾ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന എങ്ങനെ സുഖം കിട്ടും? പല പൂജ
പല തേവാരം, പല ബിസി ഷെഡ്യൂൾ, എങ്ങനെ അവന് ശാന്തി കിട്ടും? ശാന്തി അവൻ്റെ സ്വരൂപമാണ്, അതിന് കർത്തൃത്വബോധം ഇല്ല. പക്ഷെ അർജുനൻ തൻ്റെ സ്വരൂപമല്ല കർത്തൃത്വബോധം എടുക്കണു. ഞാൻ കർത്താവാണ്, ഞാൻ അവരെ കൊല്ലാൻ പോവുകയാണ്, എനിക്ക് പാപം കിട്ടും, ഞാൻ 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 എന്നുള്ളൊരു തോന്നൽ. ഈ തോന്നലാണ് ഫസ്റ്റ് ഇഗ്നറൻസ്.